നമുക്കറിയാവുന്ന പോലെ നിലവിൽ എറണാകുളം ജില്ലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള കൊച്ചി നഗരത്തിലാണ്. ഈ കാണുന്ന കൊച്ചി നഗരത്തിലാണ് ഉള്ളത്. ഇത് കിഴക്കൻ മലയോര മേഖലയിലുള്ളവർക്ക് ഭരണപരമായ ആവശ്യങ്ങൾക്കായി എത്തിപ്പെടാൻ വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. പുഴ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നഗരത്തിലേക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ആയിട്ടുണ്ട്. തന്നെ രൂപീകരിക്കണമെന്ന ആവശ്യങ്ങളായിരുന്നു. പറവൂര്, കുന്നത്തുനാട്, മൂവാറ്റുപുഴ താലൂക്ക് വിഭജിച്ചുകൊണ്ട് കിടക്കുന്നത് എറണാകുളത്ത്. ഇതിൽ ഈ മൂവാറ്റുപുഴ ഒപ്പം കോതമംഗലം ഈ രണ്ട് താലൂക്കുകൾ, അതോടൊപ്പം തന്നെ കുന്നത്തുനാടിന്റെ ഒരു ചെറിയ ഭാഗം, ഇതൊക്കെയാണ് ഈ ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ജില്ല രൂപീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ഇടുക്കിയുടെ കുറച്ച് ഭാഗങ്ങളും തൊടുപുഴ പോലെയുള്ള ചില ഭാഗങ്ങളും കൂടി വന്നുകൊണ്ട് മൂവാറ്റുപുഴ ജില്ല എറണാകുളത്തെ വിഭജിച്ചുകൊണ്ട് മൂവാറ്റുപുഴ എന്ന തരത്തിൽ മലയോര മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജില്ല രൂപീകരിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. നോക്കൂ, ഇതാണ് മൂവാറ്റുപുഴ, ഇവിടെ കോതമംഗലമുണ്ട്, ഇതാ കുന്നത്തുനാടിന്റെ കുറച്ചു ഭാഗമുണ്ട്, ഇടുക്കിയുടെ കുറച്ചു ഭാഗങ്ങളും കൂടി ചേർന്നുകൊണ്ട് ഒരു ജില്ല, മൂവാറ്റുപുഴ എന്ന ജില്ല എറണാകുളത്ത് വിഭജിച്ച് 2 ജില്ലയായി മാറ്റണമെന്നതാണ്. ഇത് ഈ കാർഷിക അഭിവൃദ്ധിക്കും ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും ഒക്കെ വലിയ രീതിയിൽ ഗുണകരമാകുമെന്നാണ് അഭിപ്രായം. കൂടാതെ ഈ ജില്ലാ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ മലയോര മേഖലയ്ക്ക് അതിന്റെ ഗുണം ലഭിക്കും എന്നുള്ള പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ സഹായിക്കും എന്നതുകൂടിയാണ് ഈ വാദം വരുന്നത്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മലയോര മേഖല, എറണാകുളത്തിന്റെ മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ ജില്ല വരുമോ എന്നത് തന്നെയാണ്. വരും എന്നതാണ് പറയുന്നത് ആര്? നമ്മുടെ മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നത്. മാത്യു കുഴൽനാട് MLA യുടെ ആവശ്യത്തിന് ഉടനടി തന്നെ മുഖ്യമന്ത്രി ആ വേദി മറുപടി നൽകുന്നുമുണ്ട്. മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണ പരിഗണനയിലുണ്ട് എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ജില്ലാ പുനർനിർണയ കമ്മീഷൻ ഉടൻ രൂപീകരിക്കുമെന്നും കൂടി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. MLA സംസാരിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ സങ്കടങ്ങളെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് നാളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു, പ്രതികാര ബുദ്ധിയോടുകൂടി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തി നിർത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റി. പിന്നെ നമുക്കൊരു കാര്യം നഷ്ടം വന്ന നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടണമെന്നാണ്. അതിന്റെ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക് തരും. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും.